സാധാരണ നിലയ്ക്ക് ഇവർക്കൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിളിക്കാം, പക്വതയില്ലാത്തവരെന്ന് വിളിക്കാം, വകതിരിവില്ലാത്തവരെന്ന് വിളിക്കാം, മണ്ടനെന്ന് വിളിക്കാം, അങ്ങനെയൊക്കെ വിളിക്കാം. പിന്നെ നെഹ്റുവിനെ കളിയാക്കാം, കോൺഗ്രസിൻ്റെ പാരമ്പര്യത്തെ കളിയാക്കാം. അങ്ങനെ ഈസി ആയിരുന്നു ഏത് വിഷയവും. മണിപ്പൂർ വിഷയത്തിൽ പോലും മോദി എടുത്ത സ്ട്രാറ്റജി അതായിരുന്നു. ഇന്നത്തെ രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധി അല്ല. 10-12 വർഷം BJP IT സെല്ലെടുത്ത് പണിയെടുത്ത മുഴുവൻ ഒലിച്ചു പോകുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി തെരുവിൽ ഇറങ്ങി നിൽക്കുമ്പോൾ 10,000-കണക്കിന് മനുഷ്യർ അവരുടെ ഹൃദയം കൊണ്ട് രാഹുൽ ഗാന്ധിയെ ഏറ്റെടുക്കുന്ന കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്? രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ ആ സ്വീകാര്യത കിട്ടുന്നത് രാജ്യത്ത് നിലനിൽക്കുന്ന ജീവിത പ്രശ്നങ്ങളെ അദ്ദേഹം റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നുകൊണ്ടാണ്. അതുകൊണ്ട് ചുമ്മാ അങ്ങോട്ട് വന്നിട്ട് രാഹുൽ ഗാന്ധിയെ 4 തേമ്പി പോകാൻ കഴിയുന്ന സമയം കഴിഞ്ഞു. രാഹുൽ ഗാന്ധി ഈസ് എ പവർഫുൾ പപ്പു നൗ. അവർ പപ്പു എന്നാണ് വിളിച്ചുകൊണ്ടെങ്കിൽ ഇപ്പോൾ അയാൾ ഭയങ്കര സ്ട്രോങ് ആണ്, പവർഫുൾ ആണ്. കാരണം അയാളുടെ കൂടെ വലിയ വിഭാഗം ആളുകളുണ്ട്. ഫ്രണ്ട്സ് എന്ന് മോദി വിളിക്കുമ്പോൾ അങ്കിൾ പോ എന്ന് പറയുന്ന പിള്ളേർ, വരൂ എന്ന് രാഹുൽ ഗാന്ധി വിളിക്കുമ്പോൾ 10,000 വരുന്നു. അദ്ദേഹത്തിന് ഇൻസ്റ്റഗ്രാമിൽ ഓരോന്ന് എൻഗേജ് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു. ഞാൻ നിങ്ങളോട് വല്ലതും പറയാമെന്ന് പറഞ്ഞ് മോദി വരുമ്പോൾ രാഹുൽ ഗാന്ധി വന്നിട്ട് നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ട് എന്നോട് പറഞ്ഞ് ഞാൻ കേൾക്കാമെന്ന് പറയാണ്. ഈ രണ്ട് വ്യത്യാസമുണ്ട്. അപ്പുറത്തിരിക്കുന്ന ആൾക്കാർക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാൻ, അവരുടെ ഭാഷ മനസ്സിലാവാനുള്ള ബ്രെയിൻ, അത് രണ്ടാണ്. അപ്പോൾ ആ നിലയ്ക്ക് പവർഫുള്ളായ റീഡിസൈൻ ചെയ്യപ്പെട്ട പുനരുദ്ധരിക്കപ്പെട്ട രാഹുൽ ഗാന്ധിയെ ചുമ്മാ വന്ന് അടിച്ചിട്ട് പോകാൻ പറ്റില്ല. രാഹുൽ ഗാന്ധിയിൽ കൃത്യമായിട്ടുള്ള പോയിന്റ് ഉണ്ട്. അയാൾ കൃത്യമായ രാഷ്ട്രീയം, കൃത്യമായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള വർത്തമാനമാണ് പറഞ്ഞത്. എന്ത് പറയാറുണ്ട്? അയാൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ആരാണ് പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാനുള്ള അനുമതി കൊടുത്തത്? ഞാനല്ല എന്ന് പറയാൻ പറ്റില്ല, ഞാനാണ് എന്ന് പറയാൻ പറ്റില്ല. രണ്ട് പറഞ്ഞാലും കുഴപ്പമാവും. എന്ന് മാത്രമല്ല, അവിടെ വന്നിട്ട് ആ സമരം രാജ്യദ്രോഹ സമരമായിരുന്നു എന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഈ ജെൻസി നമ്മുടെ കുഞ്ഞുങ്ങളാണ്, ഇവർ നമ്മുടെ ഫ്രണ്ട്സ് ആണെന്ന് മോദി പറയുന്നു, ജെൻസി നമ്മുടെ കുഞ്ഞുങ്ങളാണെന്ന് മോഹൻ ഭാഗവത് പറയുന്നു. ഇനി അമിത്ഷായ്ക്ക് വന്നിട്ട് അവിടെ തള്ളി പറയാൻ പറ്റുമോ? അവർ രാജ്യവിരുദ്ധരാണെന്ന് പറയാൻ പറ്റും. പറഞ്ഞാൽ വീണ്ടും പുറത്ത് നിൽക്കുന്ന ആൾക്കാർ വീണ്ടും ട്രിഗേർഡ് ആവുകയാണ്. സോ ഇതിനകത്തോട് എടുക്കാനൊരു സ്ട്രാറ്റജി ഇല്ല, വെറുതെ വന്ന് അടിച്ചിട്ട് പോകാനും പറ്റത്തില്ല. അപ്പോൾ ഇവർ നേരിടുന്ന ഏറ്റവും വലിയ ക്രൈസിസ് എന്ന് പറയുന്നത് ഈ പ്രശ്നത്തിനകത്ത് ഇവർക്ക് സ്ഥിരം ഇവരുടെ കയ്യിലുള്ള രാജ്യവിരുദ്ധർ, പാകിസ്ഥാൻ ഏജൻറ്റ്, അല്ലെങ്കിൽ അമേരിക്ക പിന്നെ ഇവർ നേതാക്കന്മാരൊന്നും പറയത്തില്ല, ബംഗ്ലാദേശി ഏജൻറ്റ് എന്നൊന്നും ഇവർക്ക് പറയാൻ പറ്റത്തില്ല. പറഞ്ഞാൽ പുറത്തുള്ള ആളുകൾ വീണ്ടും ട്രിഗേർഡ് ആവുകയും കൂടുതൽ വലിയ സമരങ്ങളോ പുതിയ സമരങ്ങളോ ഉണ്ടാവുകയും ചെയ്യും. രണ്ടാമത്തേത്, രാഹുൽ ഗാന്ധിയെ അമിത്ഷാ പാഠം പഠിപ്പിച്ചു എന്ന് തലക്കെട്ടടിക്കാൻ ഇനി ഒരു ഗോധി മീഡിയയ്ക്കും പറ്റുകയില്ല. കാരണം രാഹുൽ ഗാന്ധി പറയുന്നത് കൃത്യം പോയിൻ്റാണ്. രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ ഇനിയും പോയിൻ്റുണ്ട്. എന്ന് മാത്രമല്ല, അയാൾ പ്രയാഗ്രാജിൽ നടത്തിയ പരിപാടിയുടെ വലിയ സ്വീകാര്യത കണ്ടതാണ്. ആ മനുഷ്യനോട് എന്തെങ്കിലുമൊക്കെ ബ്ലാ പറഞ്ഞിട്ട് പോയാൽ രാഹുൽ ഗാന്ധിയെ തോപ്പിച്ചേ എന്ന് പറയാൻ, അല്ലെങ്കിൽ അങ്ങനെ വാർത്ത കൊടുത്താൽ ആ ഹിന്ദി മാധ്യമങ്ങൾക്കറിയാം. പ്രതിപക്ഷത്തെ വായടപ്പിച്ച് അമിത്ഷാ എന്ന് വാർത്ത കൊടുത്താൽ നാട്ടുകാർ കല്ല് പിറക്കി എറിയുമെന്ന് അവർക്കറിയാം. സോ ഇതൊരു വളരെ വലിയ ഒരു ക്രൈസിസിനെ സംഘ്പരിവാർ എക്കോസിസ്റ്റവും അമിത്ഷാ അടക്കമുള്ള ആൾക്കാർ നേരിടുകയാണ്. അമിത്ഷായ്ക്ക് പാർലമെൻറ്റിൽ കയറാൻ പറ്റുന്നില്ല എന്നുള്ള പ്രശ്നമാണ്, തല പൊക്കാൻ പറ്റുന്നില്ല. ദാറ്റ്സ് മലയാളം. ആ പ്രശ്നത്തിൽ നിൽക്കുകയാണ്. ആ പ്രശ്നത്തെ ഈ സെഷൻ എങ്ങനെങ്കിലും ഒന്ന് കഴിഞ്ഞു പോകട്ടെ എന്ന് മനുഷ്യർ ആഗ്രഹിക്കുന്നത്. കാരണം അല്ലാത്ത പക്ഷം അതിനകത്ത് കയറിയാൽ എങ്ങനെ കയറിയാലും കുടുങ്ങുമെന്ന് പറഞ്ഞാണ് അവർ നേരിടുന്ന അവസ്ഥ. അത് ഒരു 10-12 വർഷം തോന്നിയ പോലെ ഭരിക്കുമ്പോൾ ലോകത്തെവിടെയും സംഭവിക്കുന്നതിൻ്റെ സ്വാഭാവികമായ പരിണാമത്തിലേക്ക് ഇന്ത്യ പ്രവേശിക്കുന്നു എന്നാണ് നാം കാണേണ്ടത്. BJPയുടെ കയ്യിൽ എല്ലാം ഇങ്ങനെ പിടികില്ലിക്കുകയല്ല, അത് ചിലത് കയ്യിൽ നിന്ന് പോകുന്നതിൻ്റെ കാഴ്ചയാണത്.